അടിസ്ഥാന തത്വങ്ങൾ. ചെറിയ മാറ്റങ്ങൾ വലിയ ഫലങ്ങൾക്ക് വഴിയൊരുക്കുമ്പോൾ. അധ്യായം 1. അണുശീലങ്ങളുടെ അമ്പരപ്പിക്കുന്ന ശക്തി. 2003 ഒരു ദിവസമാണ് ബ്രിട്ടീഷ് സൈക്ലിങ്ങിൻ്റെ വിധി തിരുത്തപ്പെട്ടത്. ഗ്രേറ്റ് ബ്രിട്ടനിലെ പ്രൊഫഷണൽ സൈക്ലിംഗ് സംഘത്തിൻ്റെ സംഘാടകൻ ഡേവിഡ് ബ്രെയ്സ്ഫോർഡിനെ അവരുടെ പെർഫോമൻസ് ഡയറക്ടർ ചുമതല ഏൽപ്പിച്ചു. ആ സമയത്ത് ഗ്രേറ്റ് ബ്രിട്ടനിലെ പ്രൊഫഷണൽ സൈക്ലിസ്റ്റുകൾ ഏതാണ്ട് 100 വർഷമായി ശരാശരി പ്രകടനം കാഴ്ചവെച്ച് വരികയായിരുന്നു. 1908 മുതൽ ഒരു ഒളിമ്പിക്സിൽ പോലും ബ്രിട്ടീഷ് സൈക്കിൾ സഞ്ചാരികൾ സ്വർണ്ണ മെഡൽ നേടിയിട്ടില്ല. സൈക്ലിങ്ങിൻ്റെ ഏറ്റവും വലിയ മത്സരമായ ടൂർ ദി ഫ്രാൻസിലും തികച്ച ദയനീയമായ പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത്. കഴിഞ്ഞ 110 കൊല്ലങ്ങൾക്കിടെ ഒരു ബ്രിട്ടീഷ് സൈക്ലിസ്റ്റ് പോലും അതിൽ വിജയിച്ചിട്ടില്ല. ബ്രിട്ടീഷുകാരുടെ പ്രകടനത്തിൻ്റെ പോരായ്മ കാരണം യൂറോപ്പിലെ ഒരു പ്രമുഖ സൈക്കിൾ നിർമ്മാതാവ് ബ്രിട്ടീഷ് ടീമിന് സൈക്കിൾ വിൽക്കാൻ വിസമ്മതിക്കുക പോലും ചെയ്തു. മറ്റുള്ള മത്സരാർത്ഥികൾ കണ്ടാൽ അവരുടെ കച്ചവടം തകരുമോ എന്ന പേടിയാണ് കാരണം. ബ്രിട്ടീഷ് സൈക്ലിങ്ങിനെ ഒരു പുതിയ ദിശയിലേക്ക് തിരിച്ചുവിടാനാണ് ബ്രെയ്സ്ഫോർഡിനെ ജോലിയിലെടുത്തത്. ചെറിയ വിജയങ്ങളുടെ ആകെത്തുക എന്ന തന്ത്രമാണ് അദ്ദേഹത്തെ മറ്റുള്ള പരിശീലകരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ വലിയ പുരോഗതി നേടാമെന്ന ആശയമാണിത്. ബ്രെയ്സ്ഫോർഡ് പറയുന്നു, സൈക്കിൾ ഓടിക്കുന്നതിലെ എല്ലാ ഘടകങ്ങളെയും വേർതിരിച്ച് ഓരോന്നിലും ഓരോ ശതമാനം പുരോഗതി കൊണ്ടുവന്നാൽ തന്നെ അവയെല്ലാം ചേരുമ്പോൾ നല്ല മാറ്റമുണ്ടാകും. ബ്രെയ്സ്ഫോർഡും ഒപ്പമുള്ള പരിശീലകരും ചെറിയ ചില മാറ്റങ്ങളിലൂടെ അവരുടെ ജോലി തുടങ്ങി. അവർ കൂടുതൽ സുഖപ്രദമായ രീതിയിലേക്ക് സൈക്കിളിൻ്റെ ഇരിപ്പിടങ്ങൾ മാറ്റി. മികച്ച പിടുത്തം ലഭിക്കാനായി ചക്രങ്ങളിൽ ആൽക്കഹോൾ പുരട്ടി. സൈക്കിൾ ചവിട്ടുമ്പോൾ പേശികളിൽ ശരിയായ താപനില നിലനിർത്താനായി വൈദ്യുതി ഉപയോഗിച്ച് ചൂടാക്കാവുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഓരോ വ്യായാമത്തോടും ആളുകൾ എങ്ങനെയൊക്കെ പ്രതികരിക്കുന്നു എന്നറിയാൻ ബയോ ഫീഡ്ബാക്ക് സെൻസറുകൾ ഉപയോഗിച്ചു. പലതരം വസ്ത്ര ഇനങ്ങൾ പരീക്ഷിച്ചു നോക്കിയ ശേഷം ഒടുവിൽ വളരെ കനം കുറഞ്ഞ എന്നാൽ വായു സഞ്ചാരമുള്ള ഇൻഡോർ റേസിംഗ് സ്യൂട്ടുകൾ അവർ തിരഞ്ഞെടുത്തു. എന്നാൽ കാര്യങ്ങൾ അവിടെ അവസാനിച്ചില്ല. ബ്രെയ്സ്ഫോർഡും സംഘവും അതുവരെ അവഗണിക്കപ്പെട്ടിരുന്ന എല്ലാ മേഖലകളിലും 1% മാറ്റം കൊണ്ടുവരുവാനായി പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ പേശികളിൽ പ്രവർത്തിക്കുന്ന മസാജ് ജെല്ലുകൾ അവർ കണ്ടെത്തി. വേഗം ജലദോഷം പിടിക്കുന്നത് ഒഴിവാക്കാനായി ഒരു സർജൻ അവരുടെ റൈഡർമാരെ ശരിയായ രീതിയിൽ കൈകഴുകുവാൻ പഠിപ്പിച്ചു. ഓരോ സവാരിക്കാരനും മികച്ച ഉറക്കം കിട്ടാൻ സഹായിക്കുന്ന തരം മെത്തയും തലയണയും അവർ തിരഞ്ഞെടുത്തു. ചെറിയ പൊടിപടലങ്ങൾ സൈക്കിളിൻ്റെ പ്രകടനത്തെ അല്പം പോലും ബാധിക്കാതിരിക്കാനായി പൊടി വേഗം അറിയാൻ കഴിയുന്ന തരത്തിൽ അവരുടെ ട്രാക്കിൻ്റെ ഉൾവശം വെളുത്ത ചായം പൂശി. ഇത്തരത്തിൽ 100 കണക്കിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചതോടെ ആരും പ്രതീക്ഷിക്കാത്ത വേഗത്തിൽ ഫലങ്ങൾ കണ്ടു തുടങ്ങി. ബ്രെയ്സ്ഫോർഡ് ചുമതലയെടുത്ത് 5 വർഷം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് സൈക്ലിംഗ് സംഘം വിജയങ്ങൾ തുടർക്കഥയാക്കി തുടങ്ങി. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ സൈക്ലിങ്ങിലെ 60% സ്വർണ്ണ മെഡലുകളും ബ്രിട്ടീഷ് ടീം സ്വന്തമാക്കി. 4 വർഷം കഴിഞ്ഞ് ഒളിമ്പിക് ഗെയിംസ് ലണ്ടനിൽ എത്തിയപ്പോൾ ബ്രിട്ടീഷ് ടീം 9 ഒളിമ്പിക്സ് റെക്കോർഡുകളും 7 ലോക റെക്കോർഡുകളും സ്വന്തമാക്കി. അതേ വർഷം ടൂർ ദി ഫ്രാൻസ് ജേതാവാകുന്ന ഏറ്റവും ആദ്യത്തെ ബ്രിട്ടീഷ് സൈക്ലിസ്റ്റായി ബ്രാഡ്ലി വിഗിൻസ് മാറി. അതിനടുത്ത വർഷം അയാളുടെ സംഘാംഗമായ ക്രിസ് ഫ്രൂം വിജയിക്കുകയും പിന്നീട് 2015-16 വർഷങ്ങളിലെ ജയത്തിലൂടെ ബ്രിട്ടന് തുടർച്ചയായി 5 ടൂർ ദി ഫ്രാൻസ് വിജയങ്ങൾ നേടിക്കൊടുക്കുകയും ചെയ്തു. 2007 മുതൽ 2017 വരെയുള്ള കാലയളവിൽ ബ്രിട്ടീഷ് സൈക്ലിസ്റ്റുകൾ 178 ലോക ചാമ്പ്യൻഷിപ്പുകളും 66 ഒളിമ്പിക് പാരാലിമ്പിക് സ്വർണ്ണ മെഡലുകൾ നേടുകയും തുടർച്ചയായി 5 വർഷം ടൂർ ദി ഫ്രാൻസ് വിജയിക്കുകയും ചെയ്തു. സൈക്ലിംഗ് ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ പ്രകടനമായാണ് ഇത് പരക്കെ കാണപ്പെടുന്നത്. ഇതെങ്ങനെയാണ് സാധ്യമായത്? തികച്ചും ശരാശരി പ്രകടനം കാഴ്ചവെച്ചിരുന്ന ഒരു ടീം എങ്ങനെയാണ് തീരെ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് ലോക ചാമ്പ്യന്മാരായി മാറിയത്? ചെറിയ പുരോഗതികൾ എങ്ങനെയാണ് ഒരുമിച്ച് ചേർന്ന് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയത്? ഈ അറിവ് നമുക്ക് ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം? ചെറിയ ശീലങ്ങൾ വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട്? ദിവസേന ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെ അവഗണിക്കാനും ഒരു പ്രധാന നിമിഷത്തെ വലുതായി കാണാനുമാണ് നമുക്ക് പൊതുവെ താല്പര്യം. വലിയ വിജയങ്ങൾക്ക് വലിയ പ്രവൃത്തികൾ വേണമെന്നാണ് നാം നമ്മെ തന്നെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ശരീരഭാരം കുറയ്ക്കാനായാലും സംരംഭം തുടങ്ങാനോ പുസ്തകം എഴുതാനോ ചാമ്പ്യൻഷിപ്പ് ജയിക്കാനോ മറ്റേത് കടമ്പ കടക്കാനായാലും എല്ലാവരും ശ്രദ്ധിക്കുന്ന തരത്തിൽ വലിയ ചില മാറ്റങ്ങൾ സ്വന്തം ജീവിതത്തിൽ വരുത്താനാണ് നാം ശ്രദ്ധിക്കുക. അതേസമയം 1% മാറ്റം ആരും ശ്രദ്ധിച്ചെന്ന് വരില്ല. ചിലപ്പോൾ അതിൽ ശ്രദ്ധിക്കാൻ മാത്രം ഒന്നും ഉണ്ടാകണമെന്നുമില്ല. എന്നാൽ അതാകാം ഒരുപക്ഷെ ദീർഘകാലത്തിൽ അർത്ഥവത്തായി മാറുന്നത്. ചെറിയൊരു മാറ്റം കാലങ്ങൾ കൊണ്ടുണ്ടാക്കാവുന്ന വ്യത്യാസം അത്ഭുതകരമാണ്. അതിൻ്റെ കണക്ക് ഇങ്ങനെയാണ്. ഓരോ ദിവസവും 1% വീതം നിങ്ങൾ മികച്ചതായാൽ 1 വർഷം കൊണ്ട് 37 ഇരട്ടി വ്യത്യാസം നിങ്ങളിൽ ഉണ്ടാകും. എന്നാൽ അതേപോലെ നിങ്ങൾ ഓരോ ശതമാനം വീതം മോശമായാൽ വർഷാവസാനം നിങ്ങൾ 0-ൽ എത്തിയിരിക്കും. ചെറിയൊരു വിജയമോ ചെറിയൊരു പരാജയമോ കാലക്രമത്തിൽ വലിയ എന്തോ ആയി മാറുകയാണ് ചെയ്യുക.
സ്വയം പുരോഗതിയുടെ കൂട്ടുപലിശയാണ് ശീലങ്ങൾ. കൂട്ടുപലിശയുടെ പണം ഇരട്ടിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ ശീലങ്ങളുടെ ഫലം നിങ്ങൾ അവയെ ആവർത്തിക്കുന്നത്ര കൂടുന്നത്. ഒരു ദിവസം നീക്കിയാൽ ശീലങ്ങൾ വലിയ മാറ്റമൊന്നും വരുത്തുന്നില്ല എന്ന് തോന്നുമെങ്കിലും മാസങ്ങളും വർഷങ്ങളും കൊണ്ട് അവയുണ്ടാക്കുന്ന മാറ്റം അവിശ്വസനീയമാണ്. 2, 5, 10 വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോഴാണ് നല്ല ശീലങ്ങളുടെ ഗുണവും മോശം ശീലങ്ങളുടെ വിലയും നിങ്ങൾ തിരിച്ചറിയുക. അനുദിന ജീവിതത്തിൽ ഈ ആശയം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. ആ നിമിഷത്തിൽ വലിയ കാര്യമായി തോന്നാത്തതുകൊണ്ട് ചെറിയ മാറ്റങ്ങൾ നാം പലപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ നിങ്ങൾ അല്പം പണം സൂക്ഷിച്ചതുകൊണ്ട് നിങ്ങൾ കോടീശ്വരനാവാൻ പോകുന്നില്ല. 3 ദിവസം അടുപ്പിച്ച് ജിമ്മിൽ പോയാൽ നിങ്ങൾ മെച്ചപ്പെടില്ല. ഇന്ന് രാത്രി 1 മണിക്കൂർ മാൻഡറിൻ പഠിച്ചാൽ നിങ്ങൾ ആ ഭാഷയിലെ പണ്ഡിതനാവില്ല. ചെറിയ മാറ്റങ്ങളുടെ ഫലം പെട്ടെന്ന് കാണാൻ ഒരിക്കലും കഴിയാത്തതുകൊണ്ട് നാം അതിവേഗം ആ ശീലം ഉപേക്ഷിച്ച് നമ്മുടെ പഴയ രീതികളിലേക്ക് തിരിച്ചു പോകും. മാറ്റം അതിവേഗം നടക്കാത്തതുകൊണ്ടാണ് ചീത്ത ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടുന്നത്. നിങ്ങൾ ഇന്ന് അനാരോഗ്യകരമായ ഒരു ഭക്ഷണം കഴിച്ചാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. നിങ്ങൾ ഇന്ന് വൈകി ജോലി ചെയ്യുകയും നിങ്ങളുടെ കുടുംബത്തെ അവഗണിക്കുകയും ചെയ്താൽ നിങ്ങളുടെ കുടുംബം അത് കണ്ടില്ലെന്ന് വെക്കും. ഇന്ന് ചെയ്യേണ്ട പദ്ധതികൾ നിങ്ങൾ നാളേക്ക് മാറ്റിവെച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്കത് ചെയ്തു തീർക്കാൻ സമയം കിട്ടിയെന്ന് വരും. ഒരു ചെറിയ തീരുമാനം കണ്ടില്ലെന്ന് വെക്കാൻ എളുപ്പമാണ്. എന്നാൽ 1% തെറ്റിനെ നാം ഓരോ ദിവസവും ആവർത്തിക്കുകയും മോശം തീരുമാനങ്ങൾ എടുക്കുകയും ചെറിയ തെറ്റുകൾ ആവർത്തിക്കുകയും ചെറിയ ചെറിയ ഒഴിവുകഴിവുകൾ പറയുകയും ചെയ്യുന്നതിൻ്റെ ആകത്തുക മോശമായിരിക്കും. പല തെറ്റുകളുടെ ഒരു ആവർത്തനമാണ് പലപ്പോഴും വലിയൊരു പ്രശ്നമായി മാറുന്നത്. നിങ്ങളുടെ ശീലങ്ങളിൽ നിങ്ങൾ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ ഒരു വിമാനത്തിൻ്റെ സഞ്ചാരപഥം വളരെ ചെറിയ അളവിൽ കുറച്ച് ഡിഗ്രി വ്യതിചലിപ്പിക്കുന്നത് പോലെയാണ്. നിങ്ങൾ ലോസ് ഏഞ്ചലസിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോവുകയാണെന്ന് കരുതുക. ഒരു പൈലറ്റ് യാത്രയുടെ ഗതി തെക്ക് ഭാഗത്തേക്ക് വെറും 3.5 ഡിഗ്രി മാറ്റിയാൽ നിങ്ങൾ ന്യൂയോർക്കിന് പകരം എത്തുക വാഷിംഗ്ടൺ DC-യിലായിരിക്കും. ഇത്തരം ചെറിയ മാറ്റങ്ങൾ വിമാനം പുറപ്പെടുന്ന സമയത്ത് അത്ര ശ്രദ്ധിക്കപ്പെടണമെന്നില്ല. വിമാനത്തിൻ്റെ മൂക്കൽപ്പം ഒന്ന് നീങ്ങിയതേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ അമേരിക്കയുടെ ഭൂപടത്തിൽ ആ യാത്ര നോക്കിയാൽ സംഭവിക്കുന്ന വ്യത്യാസം 100 കണക്കിന് മൈലുകളുടേതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ദൈനംദിന ശീലങ്ങളുടെ ചെറിയ ഒരു മാറ്റം പോലും നിങ്ങളെ മറ്റൊരു ലക്ഷ്യസ്ഥാനത്തിലെത്തിക്കും. 1% നന്നാകാനോ മോശമാവാനോ തീരുമാനിക്കുന്നത് ആ സമയത്ത് പ്രധാനമായി തോന്നില്ല. എന്നാൽ കാലക്രമത്തിൽ ഈ മാറ്റങ്ങളാണ് നിങ്ങൾ ആരാണെന്നതും നിങ്ങൾ ആരാകുമായിരുന്നു എന്നതും തമ്മിലുള്ള വ്യത്യാസം സൃഷ്ടിക്കുന്നത്. ദൈനംദിന ശീലങ്ങളുടെ ആകെത്തുകയാണ് വിജയം. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മാറ്റങ്ങളിലൂടെ ആരും വിജയികളായിട്ടില്ല. നിങ്ങൾ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് എന്നത് പ്രധാനമല്ല. നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളെ വിജയത്തിൻ്റെ പാതയിലേക്ക് നയിക്കുമോ എന്നതാണ് പ്രധാനം. നിങ്ങളുടെ ഇപ്പോഴുള്ള വിജയങ്ങളെക്കാൾ നിങ്ങൾ ശരിയായ പാതയിലാണോ എന്നതാണ് നോക്കേണ്ടത്. നിങ്ങൾ ഇപ്പോൾ ഒരു കോടീശ്വരനാണെങ്കിലും നിങ്ങൾ ഒരു ദിവസം സമ്പാദിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾ ചെലവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മോശം പാതയിലാണ്. നിങ്ങളുടെ ചെലവ് ശീലങ്ങൾ മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിജയിക്കില്ല. നേരെ മറിച്ച് നിങ്ങൾ ഇപ്പോൾ പരമദരിദ്രമായ അവസ്ഥയിലാണെങ്കിലും അല്പാൽപമായി പണം സമ്പാദിച്ചാൽ നിങ്ങൾക്ക് പതിയെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ എത്താനാകും. നിങ്ങൾ കരുതുന്നത്ര വേഗം ഇത് ചിലപ്പോൾ സംഭവിച്ചെന്ന് വരില്ല. നിങ്ങളുടെ ശീലങ്ങളുടെ ആകെത്തുകയാണ് നിങ്ങളുടെ വിജയപരാജയങ്ങൾ. നിങ്ങളുടെ സാമ്പത്തിക ശീലങ്ങളുടെ ആകെത്തുകയാണ് നിങ്ങളുടെ മൂല്യം. നിങ്ങളുടെ ഭക്ഷണശീലങ്ങളുടെ ആകെത്തുകയാണ് നിങ്ങളുടെ ശരീരഭാരം. നിങ്ങളുടെ പഠനശീലങ്ങളുടെ ആകെത്തുകയാണ് നിങ്ങളുടെ അറിവ്. നിങ്ങളുടെ വൃത്തിശീലങ്ങളുടെ ആകെത്തുകയാണ് നിങ്ങളുടെ അലങ്കോലപ്പെട്ട ഇടം. നിങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾ ജീവിതത്തിൽ എവിടെ എത്തുമെന്ന് പ്രവചിക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ചെറിയ വിജയങ്ങളുടെയും ചെറിയ നഷ്ടങ്ങളുടെയും അളവ് നോക്കിയാൽ മതി. നിങ്ങളുടെ ദൈനംദിന തീരുമാനങ്ങൾ ഒരുമിച്ച് കൂടിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ഓരോ ആഴ്ചയും നിങ്ങൾ സമ്പാദിക്കുന്നതിലും കുറവാണോ നിങ്ങൾ ചെലവാക്കുന്നത്? നിങ്ങൾ എല്ലാ ആഴ്ചയും ജിമ്മിൽ പോകുന്നുണ്ടോ? നിങ്ങൾ ഓരോ ദിവസവും പുസ്തകങ്ങൾ വായിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇത്തരം ചെറിയ യുദ്ധങ്ങളാണ് നിങ്ങളുടെ ഭാവി സ്വത്വത്തെ നിർമ്മിക്കുന്നത്. വിജയവും പരാജയവും തമ്മിലുള്ള അന്തരത്തെ സമയമാണ് വലുതാക്കി കാണിക്കുന്നത്. സമയത്തിലേക്ക് നിങ്ങൾ എന്തു കൊടുക്കുന്നുവോ അത് ഇരട്ടിക്കപ്പെടും. നല്ല ശീലങ്ങൾ സമയത്തെ നിങ്ങളുടെ മിത്രവും ചീത്ത ശീലങ്ങൾ സമയത്തെ നിങ്ങളുടെ എതിരാളിയുമാക്കും. ശീലങ്ങൾ ഇരുതല മൂർച്ചയുള്ള വാളാണ്. നല്ല ശീലങ്ങൾ നിങ്ങളെ വളർത്തുന്നത് പോലെ തന്നെ ചീത്ത ശീലങ്ങൾക്ക് നിങ്ങളെ തകർക്കുവാനും കഴിയും. അതുകൊണ്ടാണ് വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നത് പ്രധാനമാകുന്നത്. എങ്ങനെയാണ് ശീലങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ അവയെ മെരുക്കാമെന്നും ആ വാളിൻ്റെ മോശം പാതയിലെ അപകടം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള അറിവ് പ്രധാനമാണ്. നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങൾക്കെതിരായോ പ്രവർത്തിക്കാം. ഇതിനെപ്പറ്റി വിശദമാക്കുന്നൊരു പട്ടിക താഴെ കൂട്ടിച്ചേർക്കുന്നു. എന്താണ് പുരോഗതി? നിങ്ങളുടെ മുന്നിൽ മേശപ്പുറത്ത് ഒരു ഐസ് കഷ്ണം ഉണ്ടെന്ന് സങ്കല്പിക്കുക. തണുത്ത മുറിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസം കാണാം. ഇപ്പോൾ 25 ഡിഗ്രിയാണ് താപനില. മെല്ലെ മുറി ചൂടാകാൻ തുടങ്ങുന്നു. 26 ഡിഗ്രി, 27, 28. ഐസ് കഷ്ണം നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. 29 ഡിഗ്രി, 30 ഡിഗ്രി, 31. ഇപ്പോഴും ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾ ആ ഐസ് കട്ടയെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ 32 ഡിഗ്രിയായി.
ഐസ് മെല്ലെ ഉരുകാൻ തുടങ്ങി. അതിനു മുമ്പ് സംഭവിച്ച താപനിലയിലെ മാറ്റങ്ങളുമായി വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിലും ആ ഒരു ഡിഗ്രിയിൽ വലിയ മാറ്റമാണ് സംഭവിച്ചത്. ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന തരം നിമിഷങ്ങൾ അതിനു മുമ്പുള്ള പല കാര്യങ്ങളുടെയും ആകെത്തുകയാണ്. ഒരു വലിയ മാറ്റത്തിലേക്കുള്ള ശക്തി ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് സംഭരിക്കപ്പെടുന്നത്. ഈ മാതൃക എല്ലായിടത്തും കാണാനാകും. അർബുദത്തിൻ്റെ 80% വളർച്ച ആരും അറിയാതെയാണ്. അതിനുശേഷം മാസങ്ങൾ കൊണ്ട് ആ രോഗം ശരീരത്തെ കീഴ്പ്പെടുത്തും. മണ്ണിലേക്ക് വേരുകൾ ആഴ്ത്തുന്ന ആദ്യ 5 വർഷം മുളയുടെ വളർച്ച വളരെ പതിയെയാണ്. എന്നാൽ അത് കഴിഞ്ഞ് വെറും 6 ആഴ്ചകൾ കൊണ്ട് 90 അടി ഉയരത്തിൽ അത് വളരും. അതേപോലെ ശീലങ്ങളും നിങ്ങളുടെ ഒരു നിർണായക ഘട്ടം കടന്ന് കഴിവിൻ്റെ ഒരു പുതിയ അവസ്ഥയിൽ എത്തുന്നതുവരെ വലിയ മാറ്റം ഉണ്ടാക്കുന്നതായി തോന്നില്ല. ഏത് യാത്രയുടെയും തുടക്കത്തിൽ അസംതൃപ്തിയുടെ ഒരു താഴ്വര കടക്കേണ്ടി വരും. നിങ്ങൾ ഒരേ ദിശയിലുള്ള ഒരു പുരോഗതിയായിരിക്കും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ആദ്യത്തെ ദിവസങ്ങളിലും ആഴ്ചകളിലും എന്തിന് മാസങ്ങളോളം പോലും മാറ്റങ്ങൾ കാണാതെ വരുമ്പോൾ നിങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാകാം. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് യാതൊരു ഫലവും ഇല്ലാത്തതുപോലെ തോന്നാം. ഇത് ഏത് കൂട്ടിച്ചേർക്കൽ പ്രക്രിയയിലും സർവ്വസാധാരണമായി ഉള്ള പ്രതിഭാസമാണ്. ശക്തമായ മാറ്റങ്ങൾ എപ്പോഴും പതിയെയാണ് സംഭവിക്കുക. ഇതുകൊണ്ട് തന്നെയാണ് നീണ്ടു നിൽക്കുന്ന ശീലങ്ങൾ വളർത്തിയെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നതും. ആളുകൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം ഉടൻ ഫലം കാണാതാകുമ്പോൾ ആ ശീലം ഉപേക്ഷിച്ചു കളയും. 1 മാസമായി ഞാൻ ഓടാൻ പോകുന്നു, എൻ്റെ ശരീരത്തിൽ ഒരു മാറ്റവും കാണുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാം. അത്തരത്തിലുള്ള ചിന്ത തുടങ്ങിയാൽ പിന്നെ നല്ല ശീലങ്ങളെ നമ്മൾ അതിവേഗം വഴിയിൽ ഉപേക്ഷിക്കും. എന്നാൽ നല്ല ശീലങ്ങളുടെ ഫലം ലഭിക്കണമെങ്കിൽ ആ അസംതൃപ്തിയുടെ കാലം നമ്മൾ മറികടക്കണം. അതിനെയാണ് ഞാൻ പ്ലേറ്റ് ഓഫ് ലാറ്റന്റ് പൊട്ടൻഷ്യൽ അഥവാ കഴിവ് ഒളിഞ്ഞിരിക്കുന്ന പീഠഭൂമി എന്ന് വിളിക്കുന്നത്. ഒരു മോശം ശീലം ഉപേക്ഷിക്കാനോ പുതിയ ശീലം തുടങ്ങാനോ നിങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ അതിനർത്ഥം മികവിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിവ് നഷ്ടപ്പെട്ടു എന്നതല്ല. നിങ്ങളുടെ കഴിവുകൾ ഒളിഞ്ഞിരിക്കുന്ന പീഠഭൂമി നിങ്ങൾ കടക്കാത്തത് കൊണ്ടാണ്. പരിശ്രമിച്ചിട്ടും വിജയം കൈവശമാകുന്നില്ല എന്ന് പരാതി പറയുന്നത് 25 മുതൽ 31 ഡിഗ്രി വരെ ചൂടാക്കിയിട്ടും ഐസ് കട്ട ഉരുകുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ്. നിങ്ങളുടെ പ്രയത്നം വെറുതെയല്ല, അത് സംഭരിക്കപ്പെടുകയാണ്. എല്ലാ ഫലവും കാണാനാവുക 32-ാം ഡിഗ്രിയിലാണെന്ന് ഓർക്കുക. കഴിവ് ഒളിഞ്ഞിരിക്കുന്ന ഈ പീഠഭൂമി ഒടുവിൽ നിങ്ങൾ മറികടന്നു കഴിയുമ്പോൾ ഒരു രാവ് ഇരുട്ടി വെളുത്തപ്പോൾ നിങ്ങൾ വിജയിച്ചു എന്ന രീതിയിൽ ആളുകൾ സംസാരിക്കും. പുറം ലോകം ആ വൻ വിജയം മാത്രമാണ് കാണുന്നത്. അതിനു പിന്നിൽ ഉണ്ടായ പ്രയത്നം കാണുന്നില്ല. എന്നാൽ നിങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് തൊട്ട് ആരംഭിച്ച ജോലിയാണ് ഫലപ്രാപ്തിയിൽ എത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഒരു പുരോഗമനവും കാണാത്ത കാലത്തെ ജോലിയാണ് പിന്നീടുള്ള കുതിച്ചുചാട്ടമായി മാറുന്നത്. ഭൂഗർഭ സമ്മർദ്ദത്തോട് സമാനമാണ് ഈ മനുഷ്യാവസ്ഥ. 2 ടെക്ടോണിക് പ്ലേറ്റുകൾ നൂറ്റാണ്ടുകൾ തമ്മിൽ ഉരഞ്ഞുണ്ടാകുന്ന സമ്മർദ്ദത്തെ ഓർമ്മിക്കുക. ഒരു ദിവസം അവർ നൂറ്റാണ്ടുകളായി ഉരസിയ അതേ രീതിയിൽ ഉരസുന്നു. എന്നാൽ ഇത്തവണ സമ്മർദ്ദം താങ്ങാനാകുന്നതല്ല. ഒരു ഭൂമി കുലുക്കം ഉണ്ടാകുന്നു. അതുപോലെ ഒരു ദിവസം ഒറ്റയടിക്ക് ദൃശ്യമാകുന്നതിന് മുമ്പേ തന്നെ വർഷങ്ങളോളം മാറ്റം സംഭവിക്കുന്നുണ്ട്. വൈദഗ്ധ്യം നേടാൻ ക്ഷമ ആവശ്യമാണ്. NBA ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ടീമുകളിലൊന്നാണ് സാൻ ആന്റണിയോ സ്പർസ്. അവരുടെ ലോക്കൽ റൂമിൽ സാമൂഹ്യ പരിഷ്കർത്താവായ ജേക്കബ് റീസിൻ്റെ ഒരു വാചകമുണ്ട്: ഒന്നും ശരിയല്ലെന്ന് തോന്നുമ്പോൾ ഞാൻ ഒരു കൽപ്പണിക്കാരൻ തൻ്റെ ജോലി ചെയ്യുന്നത് നോക്കും. വലിയ പാറക്കഷ്ണത്തിന് 100 തവണ അടി കിട്ടിയാലും ഒരു കുലുക്കവും ഉണ്ടാകില്ല. എന്നാൽ 101-ാമത്തെ അടിയിൽ അത് 2ആയി പിളരും. ആ അവസാനത്തെ അടി കൊണ്ടല്ല, അതിനു മുമ്പത്തെ ഓരോ അടിയും കാരണമാണ് അത് പിളർന്നത് എന്ന് എനിക്കറിയാം. എല്ലാ വലിയ കാര്യങ്ങളും ചെറിയ തുടക്കങ്ങളിൽ നിന്നാണ് തുടങ്ങുക. ഓരോ ശീലവും ചെറിയ ഒരു തീരുമാനത്തിൽ നിന്നാണ് ആരംഭിക്കുക. എന്നാൽ ആ തീരുമാനം ആവർത്തിച്ച് നടപ്പിലാക്കുമ്പോൾ അതൊരു ശീലമായി മാറുകയും പിന്നീട് ആ ശീലം ശക്തമാവുകയും ചെയ്യും. ശീലങ്ങൾ വേരാഴ്ത്തും, ശിഖരങ്ങൾ വളരും. ഒരു മോശം ശീലത്തെ മറികടക്കുന്നത് വേരുകൾ മണ്ണിലാഴ്ത്തി നിൽക്കുന്ന വലിയൊരു ഓക്കുമരം കടപുഴകുന്നത് പോലെയാണ്. എന്നാൽ നല്ല ശീലങ്ങൾ വളർത്തുന്നത് ഓരോരോ പൂവായി ഒരു പൂന്തോട്ടം വളരുന്നത് പോലെയും. എന്നാൽ കഴിവ് ഒളിഞ്ഞിരിക്കുന്ന ഈ പീഠഭൂമിയെ മറികടന്ന് നമ്മുടെ നല്ല ശീലങ്ങൾ വളരുന്നു എന്ന് എങ്ങനെ ഉറപ്പിക്കാനാകും? ചില ആളുകൾ മോശം ശീലങ്ങളിൽ കുടുങ്ങിപ്പോകുന്നതും മറ്റു ചിലർക്ക് നല്ല ശീലങ്ങളുടെ കൂട്ടുപലിശ ആസ്വദിക്കാൻ കഴിയുന്നതും എങ്ങനെയാണ്? ലക്ഷ്യങ്ങൾ മറക്കൂ, സമ്പ്രദായങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. ജീവിതത്തിൽ നമുക്ക് വേണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നേടാൻ കൃത്യമായ ചെയ്യാനാകുന്ന ലക്ഷ്യങ്ങൾ തീരുമാനിക്കുകയാണ് വേണ്ടത് എന്നാണ് നമ്മുടെ പൊതുവായ ധാരണ. അത് ശരീരം ആരോഗ്യമുള്ളതാക്കാനാവാം, വിജയകരമായ സംരംഭം തുടങ്ങാനാകാം, ആകുലതകൾ കുറയ്ക്കാനാകാം, കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും ഒപ്പം കൂടുതൽ സമയം ചെലവിടുന്നതാകാം. വർഷങ്ങളോളം എൻ്റെ ശീലങ്ങളെ ഞാനും ഇങ്ങനെ തന്നെയാണ് സമീപിച്ചത്. ഓരോന്നും ഓരോ ലക്ഷ്യമായിരുന്നു. എനിക്ക് സ്കൂളിൽ ലഭിക്കേണ്ട ഗ്രേഡ്, എനിക്ക് ജിമ്മിൽ ഉയർത്താൻ കഴിയുന്ന ഭാരം, എൻ്റെ സംരംഭത്തിൽ എനിക്ക് വേണമെന്ന് തോന്നുന്ന ലാഭം, ഇവയെല്ലാം എൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു. ചിലതിലൊക്കെ ഞാൻ വിജയിച്ചു, ചിലതിലൊക്കെ ഞാൻ പരാജയപ്പെട്ടു. എൻ്റെ വിജയങ്ങൾ ഞാൻ പിന്തുടരുന്ന സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ടാണ് സംഭവിക്കുന്നതെന്നും ലക്ഷ്യങ്ങളുമായി അവയ്ക്ക് ബന്ധമില്ലെന്നും പതിയെ ഞാൻ തിരിച്ചറിഞ്ഞു. ലക്ഷ്യങ്ങളും സമ്പ്രദായങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? ദിൽബർട്ട് കോമിക്സ് സൃഷ്ടിച്ച സ്കോട്ട് ആഡംസിൽ നിന്നാണ് ഞാൻ ഈ വ്യത്യാസം മനസ്സിലാക്കിയത്. നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഫലങ്ങളാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ. എന്നാൽ ആ ഫലങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന പ്രക്രിയകളാണ് സമ്പ്രദായങ്ങൾ.
നിങ്ങൾ ഒരു പരിശീലകനാണെങ്കിൽ ഒരു ചാമ്പ്യൻഷിപ്പ് ജയിക്കലാകും നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ കളിക്കാരെ തിരഞ്ഞെടുക്കുന്ന രീതി, നിങ്ങളുടെ സഹപരിശീലകരുമായുള്ള ഇടപെടലുകൾ, നിങ്ങളുടെ പരിശീലന രീതികൾ എന്നിവയെല്ലാമാണ് നിങ്ങളുടെ സമ്പ്രദായം. നിങ്ങൾ ഒരു സംരംഭകനാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം $1 മില്യൺ സംരംഭം കെട്ടിപ്പടുക്കുക എന്നതായിരിക്കും. നിങ്ങൾ ഉൽപ്പന്നങ്ങൾ പരീക്ഷിക്കുന്നതും ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതും വിപണനം നടത്തുന്നതും ഒക്കെയാണ് നിങ്ങളുടെ സമ്പ്രദായം. നിങ്ങൾ ഒരു സംഗീതജ്ഞനാണെങ്കിൽ ഒരു പുതിയ പാട്ട് സൃഷ്ടിക്കലാവും നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ എത്ര തുടർച്ചയായി പരിശീലനം നടത്തുന്നു, ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ എങ്ങനെ കൂടുതൽ ശ്രദ്ധ നൽകുന്നു, നിങ്ങളുടെ അധ്യാപകരിൽ നിന്ന് നിങ്ങൾ എങ്ങനെ കൃത്യമായ പ്രതികരണങ്ങൾ ആരായുന്നു എന്നീ കാര്യങ്ങളാണ് നിങ്ങളുടെ സമ്പ്രദായം. രസകരമായ ചോദ്യം ഇതാണ്: ലക്ഷ്യങ്ങൾ അവഗണിച്ച് സമ്പ്രദായത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾ വിജയിക്കുമോ? ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ബാസ്കറ്റ്ബോൾ പരിശീലകനാണെങ്കിൽ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കുക എന്ന ലക്ഷ്യം മറന്നുകൊണ്ട് നിങ്ങൾ ടീമിൻ്റെ പരിശീലനത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഫലം ലഭിക്കുമോ? ലഭിക്കുമെന്ന് ഞാൻ പറയും. ഏതൊരു കളിയുടെ ലക്ഷ്യം മികച്ച സ്കോർ നേടി കളി അവസാനിപ്പിക്കുക എന്നതാണ്. എന്നാൽ തുടക്കം മുതൽ സ്കോർ ബോർഡിൽ നോക്കിയിരിക്കുന്നത് മണ്ടത്തരമാണ്. ഓരോ ദിവസവും കൂടുതൽ നന്നായിക്കൊണ്ട് മാത്രമേ വിജയിക്കാൻ കഴിയൂ. 3 വട്ടം സൂപ്പർ ബോൾ ജേതാവായ ബിൽ വാഷ് പറയുന്നത് ശ്രദ്ധിക്കുക: സ്കോറിൻ്റെ കാര്യം സ്കോർ നോക്കിക്കോളും. ജീവിതത്തിൻ്റെ മറ്റു മേഖലകളിലും ഇത് സത്യമാണ്. നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ വേണമെങ്കിൽ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നത് മറന്നു കളയുക. നിങ്ങളുടെ സമ്പ്രദായത്തിൽ ശ്രദ്ധ വയ്ക്കുക. എന്താണ് ഇതിൻ്റെ അർത്ഥം? ലക്ഷ്യങ്ങൾ പൂർണ്ണമായി ഉപയോഗശൂന്യമാണോ? തീർച്ചയായും അല്ല. ഒരു ദിശാബോധം നൽകാൻ ലക്ഷ്യങ്ങൾ ഉപകരിക്കും. എന്നാൽ സമ്പ്രദായങ്ങളാണ് നമുക്ക് പുരോഗതി നൽകുന്നത്. സമ്പ്രദായങ്ങൾ നിർമ്മിക്കാൻ സമയം കൊടുക്കാതെ കൂടുതൽ സമയം ലക്ഷ്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നം 1: വിജയിക്കുന്നവർക്കും പരാജയപ്പെടുന്നവർക്കും ഒരേ ലക്ഷ്യമാണുള്ളത്. ലക്ഷ്യങ്ങൾ തീരുമാനിക്കുമ്പോൾ പലപ്പോഴും നാം വിജയികളെയാണ് ശ്രദ്ധിക്കാറുള്ളത്. ഒരിക്കലും നമ്മൾ ഇതേ ലക്ഷ്യവുമായി വന്ന ശേഷം പരാജയപ്പെട്ടു പോയവരെ ഓർക്കാറില്ല. ഓരോ ഒളിമ്പ്യനും സ്വർണ്ണ മെഡൽ നേടാനാണ് വരുന്നത്. ഓരോ ഉദ്യോഗാർത്ഥിയും ജോലി പ്രതീക്ഷിക്കുന്നു. എന്നാൽ വിജയിക്കുന്നവർക്കും പരാജയപ്പെടുന്നവർക്കും ഒരേ ലക്ഷ്യമാണ് ഉള്ളതെങ്കിൽ അവരെ വേർതിരിക്കുന്നത് അവരുടെ ലക്ഷ്യമാകാൻ തരമില്ല. ടൂർ ദി ഫ്രാൻസ് വിജയിക്കണം എന്ന ലക്ഷ്യമല്ല ബ്രിട്ടീഷ് സൈക്ലിസ്റ്റുകളെ വിജയികളാക്കിയത്. എല്ലാ വർഷവും ഏതൊരു പ്രൊഫഷണൽ ടീമിനെയും പോലെ വിജയിക്കണമെന്ന ലക്ഷ്യമാണ് അവർക്കും ഉള്ളത്. ആ ലക്ഷ്യം എപ്പോഴും ഉള്ളത് തന്നെയാണ്. എന്നാൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയപ്പോഴാണ് ആ ലക്ഷ്യത്തിലെത്താൻ അവർക്ക് സാധിച്ചത്. പ്രശ്നം 2: ഒരു ലക്ഷ്യം നേടുന്നത് താൽക്കാലികമായ മാറ്റമാണ്. നിങ്ങളുടെ മുറി അടുക്കും ചിട്ടയും ഇല്ലാതെ കിടക്കുകയാണെന്ന് കരുതുക. മുറി വൃത്തിയാക്കലാണ് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ നിങ്ങളുടെ സമയവും പരിശ്രമവും കൊണ്ട് ഇപ്പോൾ ആ മുറി വൃത്തിയാക്കിയേക്കാം. എന്നാൽ നിങ്ങളുടെ ചിട്ടയില്ലാത്ത ശീലങ്ങൾ നിങ്ങൾ തുടർന്നാൽ അധികം വൈകാതെ വീണ്ടും നിങ്ങളുടെ മുറിയുടെ അവസ്ഥ പഴയത് തന്നെയായി മാറും. വീണ്ടും നിങ്ങൾ ആദ്യം തൊട്ട് വൃത്തിയാക്കൽ തുടങ്ങണം. ഒരേ ലക്ഷ്യത്തിനു വേണ്ടി വീണ്ടും വീണ്ടും നിങ്ങൾ പണിയെടുക്കുന്നു. കാരണം നിങ്ങൾ നിങ്ങളുടെ സമ്പ്രദായം മാറ്റുന്നില്ല. കാരണം അന്വേഷിക്കാതെ രോഗലക്ഷണങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരു ലക്ഷ്യം നേടുന്നത് താൽക്കാലികമായ മാറ്റമാണ്. പുരോഗതിയുടെ ഒരു പ്രശ്നം അതാണ്. നമ്മുടെ ഫലങ്ങൾ മാറ്റണമെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ഫലങ്ങളല്ല പ്രശ്നം, സമ്പ്രദായങ്ങളാണ് മാറേണ്ടത്. താൽക്കാലികമായ പുരോഗതിയല്ല, ശരിയായ പുരോഗതിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ സമ്പ്രദായങ്ങളുടെ തലത്തിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടി വരും. നിങ്ങളുടെ നിക്ഷേപങ്ങൾ അഥവാ ഇൻപുട്ട് നേരെയാക്കിയാൽ ഫലങ്ങൾ അഥവാ ഔട്ട്പുട്ട് തനിയെ നന്നായിക്കൊള്ളും. പ്രശ്നം 3: ലക്ഷ്യങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് തടയിടുന്നു. ഏത് ലക്ഷ്യത്തിൻ്റെയും പിറകിലുള്ള ചിന്ത എങ്ങനെയാണ്: ഈ ലക്ഷ്യത്തിലെത്തിയാൽ പിന്നെ ഞാൻ സന്തോഷം കണ്ടെത്തും. ഇത്തരം ലക്ഷ്യങ്ങളുടെ ഒരു പ്രശ്നം നിങ്ങൾ ആ ലക്ഷ്യത്തിൽ എത്തുന്നതുവരെ നിങ്ങളുടെ സന്തോഷം മാറ്റി വെക്കേണ്ടി വരുന്നു എന്നതാണ്. ഈ കുടുക്കിൽ ഞാൻ പെട്ടുപോയ അവസരങ്ങൾക്ക് കണക്കില്ല. വർഷങ്ങളോളം എൻ്റെ മനസ്സിൽ സന്തോഷം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമായിരുന്നു. 20 പൗണ്ട് മസിൽ നേടിയാൽ, എൻ്റെ സംരംഭത്തെപ്പറ്റി ന്യൂയോർക്ക് ടൈംസിൽ വന്നാൽ പിന്നെ ഞാൻ സന്തോഷിക്കും. ലക്ഷ്യങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ തോൽക്കും. നിങ്ങൾ സ്വയം സന്തോഷത്തിൻ്റെ ഒരു ഇടുങ്ങിയ രൂപത്തിലേക്ക് നിങ്ങളെ സ്വയം മാറ്റും. ഇത് ശരിയല്ല. നിങ്ങൾ യാത്ര തുടങ്ങിയപ്പോൾ മനസ്സിലുണ്ടായിരുന്ന അതേ പാതയിലൂടെ ആവില്ല യഥാർത്ഥത്തിൽ നിങ്ങൾ സഞ്ചരിക്കുക. വിജയത്തിൽ എത്താൻ പല മാർഗങ്ങളുള്ളപ്പോൾ നിങ്ങളുടെ സംതൃപ്തിയെ തടഞ്ഞു വയ്ക്കുന്നത് ശരിയല്ല. സമ്പ്രദായങ്ങൾ ശരിയാക്കുക എന്ന രീതിയാണ് ഇതിനു പറ്റിയ പരിഹാരം. നിങ്ങൾ ലക്ഷ്യത്തെക്കാൾ അതിലേക്ക് എത്തുന്ന മാർഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ അനുമതിയുടെ ആവശ്യമില്ലാതെയാകും. നിങ്ങളുടെ സമ്പ്രദായങ്ങൾ എപ്പോൾ നന്നായി പ്രവർത്തിക്കുമ്പോഴും നിങ്ങൾ സന്തുഷ്ടരാകും. പ്രശ്നം 4: ദീർഘകാല പുരോഗതിക്ക് ലക്ഷ്യങ്ങൾ തടസ്സമാണ്. ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നത് ഒരു യോയോ ഇഫക്റ്റ് ഉണ്ടാക്കും. പല ഓട്ടക്കാരും മാസങ്ങളോളം പരിശീലനം നടത്തും. എന്നാൽ വിജയിച്ചു കഴിയുന്നതോടെ അവർ പരിശീലനം അവസാനിപ്പിക്കും. അവർക്ക് പ്രചോദനം നൽകാൻ പിന്നെ ആ മത്സരമില്ലല്ലോ. നിങ്ങളുടെ കഠിനപ്രയത്നം മുഴുവൻ ഒരു ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചാകുമ്പോൾ ആ ലക്ഷ്യമില്ലെങ്കിൽ പിന്നെ എന്തിന് പ്രയത്നിക്കണമെന്ന ചിന്ത വരും. ഇത് കാരണമാണ് പല ആളുകളും ഒരു ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ പഴയ ശീലങ്ങളിലേക്ക് തിരിച്ചു പോകുന്നത്.
ലക്ഷ്യം തീരുമാനിക്കുന്നത് തന്നെ വിജയിക്കാനായാണ്. സമ്പ്രദായങ്ങൾ നിർമ്മിക്കുന്നത് കളി തുടരുന്നതിനായാണ്. ലക്ഷ്യങ്ങൾ മാറ്റി നിർത്തിയുള്ള ചിന്തയാണ് ദീർഘവീക്ഷണത്തോടെയുള്ള ചിന്ത. ഒരു ലക്ഷ്യം സാധിക്കുക എന്ന ചിന്തയല്ല, തുടർച്ചയായ പുരോഗതിയാണ് അവിടെ പ്രധാനം. നിങ്ങളുടെ പുരോഗതിയെ നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ ശീലങ്ങളാണ്. അടുത്തതായി അണുശീലങ്ങളുടെ സമ്പ്രദായം. നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പ്രശ്നം നിങ്ങളല്ല, നിങ്ങൾ പിന്തുടരുന്ന സമ്പ്രദായമാണ്. മോശം ശീലങ്ങൾ തുടരുന്നത് അവ നിർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, മാറ്റത്തിന് അനുയോജ്യമായ ഒരു സമ്പ്രദായം നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ തലത്തിലേക്ക് ഉയരുകയല്ല, മറിച്ച് നിങ്ങളുടെ സമ്പ്രദായങ്ങളുടെ തലത്തിലേക്ക് താഴുകയാണ്. ഒറ്റ ലക്ഷ്യം എന്നതിനേക്കാൾ ഒരു സമ്പ്രദായത്തിൽ ശ്രദ്ധ നൽകുകയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം. അറ്റോമിക് എന്ന വാക്കിൻ്റെയും ആഴത്തിലുള്ള അർത്ഥം അതുതന്നെയാണ്. ഒരു അറ്റോമിക് ഹാബിറ്റ് അഥവാ അണുശീലം എന്നാൽ ഒരു ചെറിയ മാറ്റം, 1% പുരോഗതിയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുമല്ലോ. എന്നാൽ ഈ അണുശീലങ്ങൾ ഏതെങ്കിലും ഒരു പഴയ ശീലമല്ല, മറിച്ച് ഒരു വലിയ സമ്പ്രദായത്തിൻ്റെ ഭാഗമായ ചെറിയ ശീലങ്ങളാണ്. പരമാണു തന്മാത്രകളെ നിർമ്മിക്കുന്നത് പോലെയാണ് ഈ അണുശീലങ്ങൾ വലിയ ഫലങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിലെ അണുകണങ്ങൾ പോലെയാണ്. ഓരോ അണുവും നിങ്ങളുടെ ആകമാന പരിവർത്തനത്തിനായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമൊക്കെ ഈ ചെറിയ ശീലങ്ങൾ അപ്രധാനമാണ് എന്ന് തോന്നിയേക്കാം, എന്നാൽ അധികം വൈകാതെ അവ പരസ്പരം സഹായിക്കാനും വലിയ വിജയങ്ങൾക്ക് ഇന്ധനമായി മാറാനും തുടങ്ങും. അപ്പോൾ നിങ്ങൾ ആദ്യമെടുത്ത ഈ ചെറിയ തീരുമാനങ്ങളുടെ വില മനസ്സിലാക്കും. ചെറിയവയെങ്കിലും അവ വളരെ ശക്തമാണ്. അതാണ് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം. ചെറുതും ചെയ്യാൻ എളുപ്പമുള്ളതുമായ ഒരു ശീലം അവിശ്വസനീയമായ ഒരു ശക്തി സ്രോതസ്സായി മാറുന്നു. അടിസ്ഥാന തത്വങ്ങൾ എന്ന ഭാഗത്തിലെ അണുശീലങ്ങളുടെ അമ്പരപ്പിക്കുന്ന ശക്തി എന്ന 1-ാം അധ്യായത്തിൻ്റെ സംഗ്രഹം. 1. ഓരോ ദിവസവും 1% മെച്ചപ്പെടുന്നത് ദീർഘകാലത്തിൽ വലിയ മാറ്റമാണ് സൃഷ്ടിക്കുക. 2. ശീലങ്ങൾ ഇരുതല മൂർച്ചയുള്ള വാളുകളാണ്. അവ നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങൾക്കെതിരെയോ പ്രവർത്തിക്കാം. അതുകൊണ്ടാണ് ഇതേപ്പറ്റി കൂടുതൽ അറിയുക പ്രധാനമാകുന്നത്. 3. ഒരു പ്രധാന സന്ദർഭം എത്തുന്നതുവരെ ചെറിയ ശീലങ്ങൾ കൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. വൈകി വരുന്ന ഫലങ്ങൾ വളരെ മികച്ചവയായിരിക്കും. ക്ഷമയോടെ കാത്തിരിക്കണം. 4. ഒരു വലിയ സമ്പ്രദായത്തിൻ്റെ ഭാഗമായ ഒരു ചെറിയ ശീലമാണ് അണുശീലം. പരമാണു തന്മാത്രകളെ നിർമ്മിക്കുന്നത് പോലെ അറ്റോമിക് ശീലങ്ങൾ വളരെ അവിശ്വസനീയങ്ങളായ ഫലങ്ങൾ സൃഷ്ടിക്കുന്നു. 5. നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ വേണമെങ്കിൽ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നത് മറന്നേക്കൂ, പകരം സമ്പ്രദായങ്ങൾ സൃഷ്ടിക്കൂ. 6. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ തലത്തിലേക്ക് ഉയരുകയല്ല, നിങ്ങളുടെ സമ്പ്രദായങ്ങളുടെ തലത്തിലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടത്. വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുന്നത് കൊണ്ട് തന്നെ അടിസ്ഥാന തത്വങ്ങൾ എന്ന ഭാഗത്തിൻ്റെ 1-ാം അധ്യായം മാത്രമേ ഇതിൽ ചർച്ച ചെയ്തിട്ടുള്ളൂ. 2ഉം 3ഉം അധ്യായങ്ങൾ അടുത്ത പാർട്ടിൽ നമുക്ക് ചർച്ച ചെയ്യാം.